സമരം കണ്ടുനിന്നവരുടെ ജയിൽവാസം നീളുകയാണ്. സമരം തീർന്നിട്ടും ഗൂഢാലോചനയില്ലെന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിട്ടും 5 പേർ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കുന്നു. വിമർശകരെ പിന്തുടർന്ന് വേട്ടയാടുന്ന സർക്കാരിന്റെ വൈരനിര്യാതനമാണോ ഈ അനീതിക്ക് പിന്നിൽ? വിയോജിക്കുന്നവരെ അടിച്ചമർത്താൻ പോലീസിനെ ദുരുപയോഗം ചെയ്യുകയാണോ? കേരളത്തിൽ പൊതുപ്രവർത്തനം ക്രിമിനൽ കുറ്റമായി മാറിയോ? എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ജിഷ്ണു കേസിൽ വീണ്ടും സർക്കാരിന് തിരിച്ചടി. വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന് ജാമ്യം. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. മഹിജയ്ക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. KM ഷാജഹാൻ അടക്കം 5 പേരുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. ഷാജഹാനെ സീഡിറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് SFI പ്രവർത്തകർ തകർത്തു. സ്ഥാനമാറ്റത്തിനെതിരായ സെൻകുമാറിന്റെ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചും സുപ്രീം കോടതി. മഹിജ സമരം ചെയ്തതിന് ലോക്നാഥ് ബെഹ്റയെ മാറ്റിയോ എന്ന് കോടതി. EP ജയരാജനെതിരായ ബന്ധു നിയമന കേസിൽ ഹൈക്കോടതി സ്റ്റേ. അന്വേഷണ സാധ്യതയില്ലെങ്കിൽ വിജിലൻസിന് കേസ് എഴുതിത്തള്ളാം. മലപ്പുറത്തെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. അങ്ങിങ്ങ് നേരിയ സംഘർഷം. മറ്റന്നാൾ വോട്ടെടുപ്പ്. തമിഴ്നാട് RK നഗറിലെ ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കി. തീരുമാനം വോട്ടിന് കോഴ വിവാദത്തെ തുടർന്ന്. ചാരപ്രവൃത്തി ആരോപിച്ച് പാകിസ്ഥാൻ പിടികൂടിയ കുൽഭൂഷൺ യാദവിന് സൈനിക കോടതി വധശിക്ഷ വിധിച്ചു. ശിക്ഷ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായി കണക്കാക്കുമെന്ന് ഇന്ത്യ. കശ്മീരിൽ വിഘടനവാദികൾ ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ മകൻ അറസ്റ്റിൽ. കേതൽ ജെൻസൺ രാജയെ അറസ്റ്റ് ചെയ്തത് റെയിൽവേ പോലീസ്. പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തു. ഷാജർ ഖാൻ അടക്കം 4 പേരെ 4 മണിക്കൂർ നേരത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പരീക്ഷ ഉള്ളതിനാൽ KM ഷാജഹാനെ ജയിലിലെത്തി 1 മണിക്കൂർ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. അതേസമയം കസ്റ്റഡിയിലുള്ളവരുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ജിഷ്ണുവിന്റെ കുടുംബത്തിനോടൊപ്പം DGP ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനെത്തിയ 5 പേരെ ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ് ജയിലിൽ അടച്ചിരുന്നു. സമരത്തിൽ ഇവർ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പോലീസിന്റെ വാദം. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസ് കോടതിയെ സമീപിച്ചത്. പോലീസിന്റെ ആവശ്യം പരിഗണിച്ച കോടതി ഷാജിർ ഖാൻ അടക്കം 4 പേരെ 4 മണിക്കൂർ നേരത്തേക്ക് ചോദ്യം ചെയ്യാൻ അനുമതി നൽകി. അതേസമയം അറസ്റ്റിലായ KM ഷാജഹാനെ 1 മണിക്കൂർ നേരത്തേക്ക് ജയിലിലെത്തി ചോദ്യം ചെയ്യാനും കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ 5 പേരുടെയും ജാമ്യാപേക്ഷയെ കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു. ഇവരുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും മ്യൂസിയം CAയുമാണ് ഇവരെ ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിന് ശേഷം റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പൊതുപ്രവർത്തനം ക്രിമിനൽ കുറ്റമായി മാറിയോ? ചർച്ചയിൽ ശ്രീ P. ബിജു CPIMനെ പ്രതിനിധീകരിച്ച്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, ശ്രീ PS ശ്രീധരൻപിള്ള BJP, ശ്രീ NM Pearson രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം ശ്രീ P. ബിജു, ഇന്നും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഗൂഢാലോചനാ വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. ഗൂഢാലോചനയെ ഇന്നലെ സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മഹിജയുമായി 10 പോയിന്റുകളുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത്, ഒപ്പുവെച്ചത്. എന്നിട്ട് ഇന്നും ഈ ഗൂഢാലോചന തിയറി, DGPയെ ബന്ദിയാക്കാൻ ബാഹ്യശക്തികൾ ഗൂഢാലോചന നടത്തുന്നു എന്ന് ആവർത്തിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം അതിൽ അല്പമെങ്കിലും വിശ്വാസം കാണിക്കുമെന്ന നേരിയ പ്രതീക്ഷയെങ്കിലും സർക്കാരിനുണ്ടോ? പൊതുസമൂഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളിങ്ങനെ തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സംഭവിച്ചത് ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ കണ്ണുനീരുപയോഗിച്ചുകൊണ്ട് ഇവിടെ കുഴപ്പം സൃഷ്ടിക്കുക, അങ്ങനെയുള്ള ചില നിക്ഷിപ്ത താല്പര്യം വെച്ചുകൊണ്ടാണ് ഈ ഷാജഹാനും ത്വാക്കുസ്വാമിയും ഷാജിർ ഖാനും എല്ലാം അവിടെ എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോലീസ് കേസെടുത്തത്. ഈ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ കോടതിയാണ് ആ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ തെറ്റായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, തെറ്റായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ വന്ന് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ആ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷാജഹാനും മറ്റുമൊക്കെ ചെയ്തത്.
അല്ല ഇതിനെന്ത് മെറിറ്റ് ഉണ്ട് ശ്രീ പി ബിജു? ഷാജഹാൻ എന്ത് കുഴപ്പം അവിടെ സൃഷ്ടിച്ചു? തോക്ക് സ്വാമി എന്ത് കുഴപ്പം അവിടെ സൃഷ്ടിച്ചു? ഷാജർ ഖാൻ എന്ത് കുറ്റം, എന്ത് കുഴപ്പം അവിടെ സൃഷ്ടിച്ചു? ഇത് പറയാൻ കഴിയണം. നമുക്ക് ആ ദൃശ്യങ്ങൾ പൂർണ്ണമായും ഉണ്ടല്ലോ. ഒരു സംഭവം നടന്നു, ഒരു ആൾക്കൂട്ടം ഉണ്ടായപ്പോൾ എന്താണ് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് സംഭവിക്കുന്നതെന്ന് എത്തി നോക്കാൻ പോയ ആളുകൾ ഇത്തരത്തിൽ കേസുകളിൽ കുടുങ്ങി അകത്ത് കിടക്കുക എന്നുള്ളത് എന്തുതരം സന്ദേശം നൽകും? എന്ത് പൗരാവകാശമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ പൗരാവകാശത്തിൻ്റെ പ്രശ്നവുമല്ല, നിങ്ങളിത് തെറ്റായ രൂപത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഷാജഹാനും ബാധകമാണ്, എനിക്കും ബാധകമാണ്, ഷാജർ ഖാനും ബാധകമാണ്. ഷാജഹാനും ഷാജർ ഖാനും ഈ നിയമമൊന്നും ബാധകമല്ല. ഈ നിയമങ്ങളെല്ലാം ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം ബാധകമാണ്. ഷാജഹാനും ഷാജർ ഖാനും ഒക്കെ നിങ്ങൾക്ക് പ്രിയങ്കരായതുകൊണ്ട് അവർക്ക് എന്തും കാണിക്കാം, ഒരു പ്രശ്നവുമില്ല, പോലീസ് കേസെടുക്കാൻ പാടില്ല, ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന നിലയിലേക്കാണ് നിങ്ങൾ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ നിലനിൽക്കുന്ന നിയമമില്ലേ? ഒരു വിദ്യാർത്ഥി സമരം നടത്തുമ്പോൾ ആ ഒരു ദിവസത്തെ പഠനം മുടക്കിക്കൊണ്ടാണ് ആ വിദ്യാർത്ഥി സമരം നടത്തുന്നത്. ഇവിടെ ഒരു പ്രക്ഷോഭം നടത്തുക, ഇവിടെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി പോവുക, അതിനെതിരെ പോലീസ് കേസെടുത്താൽ കേസെടുക്കുന്നത് ഏറ്റവും വലിയ അപരാധമായി നിങ്ങൾ പറയുകയാണ്. എന്ന് പറയൂ. ഷാജഹാൻ എന്ന ആൾ ഓട്ടോറിക്ഷയിൽ വഴുതക്കാട് വഴി പോകുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ട് അവിടെ നിർത്തി എന്താണ് കാര്യമെന്ന് തിരക്കുന്നതാണോ കുഴപ്പം സൃഷ്ടിക്കൽ? സർക്കാരിന് അനിഷ്ടമുള്ള ആളുകളെ ഇങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് എത്തി നോക്കിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിലിട്ടാൽ നോക്കൂ കേരളത്തിന്റെ അവസ്ഥ എന്താകും? കേരളത്തിൽ ഒരു കുഴപ്പമില്ല, കേരളത്തിൽ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. DGP ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്രയോ ആൾക്കാർ പോയി, അവരെയൊന്നും അറസ്റ്റ് ചെയ്തില്ലല്ലോ. അവിടെ ഷാജർ ഖാനും ഷാജഹാനും തോക്കസ്വാമിയൊക്കെ പോയത് അവിടെ പോലീസുമായി സംഘർഷം ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, അതിന്റെ ഭാഗമായി ഒരു സ്ഥലത്ത് BJP-കാരെ നിർത്തുക, കോൺഗ്രസ്സുകാരെ നിർത്തുക, ഈ ഗവൺമെന്റിന്റെ നെതിരെയുള്ള ഒരു ഒരു സമരവേദിയാക്കി DGP ഓഫീസ് മാറ്റുക, ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുക. ഗവൺമെന്റ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ നിലപാടുകൾ സ്വീകരിക്കുന്നു, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു, വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുന്നു, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് നടത്തുന്നു. അതിനെല്ലാം പൊളിക്കുക, ഇവിടെ സംഘർഷം ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. ആ ഗൂഢ ലക്ഷ്യമില്ലെങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ DGP ഓഫീസിന്റെ ഫ്രണ്ടിൽ പോകുന്നത്? അതിന്റെ കാര്യം എന്താ? ഈ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് തെളിയിക്കാൻ എന്തെങ്കിലും വേണം ശ്രീ പി ബിജു. ഈ തോക്ക് സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന ആൾ DGP-യെ കാണാൻ എന്നെ നിരന്തരം പോലീസ് പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാൻ പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടം കണ്ട് എന്താണെന്ന് അയാൾ ഒന്ന് പാളി നോക്കുന്നു. ഉടൻ പോലീസല്ലേ ഗൂഢലക്ഷ്യത്തോടു കൂടി ഇവരെയൊക്കെ ചേർത്തൊരു കേസിനെ ഉണ്ടാക്കുന്നത്? അത് പൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് സമ്മതിച്ചിട്ടും സർക്കാർ ഇന്നലെ ഉണ്ടാക്കിയ എഗ്രിമെന്റിലെ 7ാം ക്ലോസ് ഈ ഗൂഢാലോചന തിയറി പൊള്ളയാണെന്ന് സമ്മതിക്കുന്നതാണ്. എന്നിട്ടും അതിനുശേഷവും ഇന്നും ഇതേ ആളുകളെ ഇതേ കേസിൽപ്പെടുത്തി ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രശ്നം. കോടതിയിൽ എന്തുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു? എന്തുകൊണ്ടാണ് ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാകാത്തത്? അല്ല, ഒന്നാമത്തെ പ്രശ്നം ഈ കേസെടുത്തിരിക്കുന്ന പോലീസാണ്. ജിഷ്ണു പ്രണോയുടെ അമ്മ അവിടെ DGP-യെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. 6 പേരൊക്കെ പെർമിഷൻ നൽകിയിട്ടുണ്ട്. തെറ്റായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, തെറ്റായ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന തോക്കുസ്വാമിയും ഷാജഹാനും ഷാജർ ഖാനൊക്കെ അവിടെ എത്തിയത്. അവരെത്തിയത് അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുക, അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, പോലീസുമായി സംഘർഷം ഉണ്ടാക്കുക, അങ്ങനെ നാട്ടിലാകെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. ഈ ഗവൺമെൻറ് ജനവിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തെ ഉപയോഗിക്കുക, ഒരു അമ്മയുടെ കണ്ണുനീരിന് ഉപയോഗിക്കുക. ആ തെറ്റായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, തെറ്റായ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവരവിടെ പോയത്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കാൻ പോയാൽ, പോലീസിന് ആ സ്ഥാനത്ത് പോയി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോയാൽ പിന്നെ അവർ കേസെടുക്കില്ലേ? മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന മജിസ്ട്രേറ്റ് അല്ലല്ലോ, ഞാനല്ലോ. ശരി, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് മറ്റതിഥികളിലേക്ക് പോകാം. ശ്രീ PS ശ്രീധരൻപിള്ള, DGP-യെ ബന്ദിയാക്കി പോലീസ് ആസ്ഥാനത്ത് ഒരു സമര കോലാഹലം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കെതിരെ കേസ് തുടരണ്ടേ എന്നാണ് ചോദ്യം. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ അകത്ത് കിടക്കുന്ന 5 പേർ DGP-യെ ബന്ദിയാക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടെന്ന്? ഒരടിസ്ഥാനവുമില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും ഇത് വിശ്വസിക്കില്ല. എന്താ ഗൂഢാലോചന നിയമത്തിൽ? പോലീസും ഈ സർക്കാരും ഇത്ര അധപ്പതിച്ചു പോയോ? അങ്ങനെയാണെങ്കിൽ ഇവരുണ്ടാക്കിയ കരാർ അനുസരിച്ച് ഇവരിൽപ്പെട്ട ഖാനെയും മറ്റേ മിനിയെയും മറ്റവരെയൊക്കെ ആ കുടുംബത്തെയൊക്കെ വിടുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഇവിടുന്ന് ഗൂഢാലോചന നിൽക്കുക. അപ്പോൾ ഗൂഢാലോചനയൊന്നുമല്ല. അവിടെ നമ്മൾ കണ്ട എല്ലാ ചിത്രങ്ങളും പരിശോധിച്ചോളൂ. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ
ജനങ്ങൾക്ക് മുമ്പാകെ വന്നിട്ടുള്ള എല്ലാ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള സീനുകൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരവിടെ കാഴ്ചക്കാരായി വന്നേക്കാം. കാഴ്ചക്കാർ വരാനുള്ള അവകാശമില്ലേ? എവിടെ സമരം നടക്കുന്നു അവിടെ വരാനുള്ള അവകാശമില്ലേ? അതിനപ്പുറത്തുണ്ടെങ്കിൽ എന്താ നിങ്ങളെടുത്ത കേസിലെ FIRലെ ആക്ഷേപം എന്താ? കൊടുത്ത റിപ്പോർട്ടിലെ റിമാൻഡ് റിപ്പോർട്ടിലെ ആക്ഷേപം എന്താ? പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് കേസെങ്കിൽ ആ കേസിലെ പ്രതികളുടെ കേസ് കോംപ്രമൈസ് ചെയ്യാൻ ആർക്കാ അവകാശം? പോലീസിന് അവകാശമുണ്ടോ? ഗവൺമെൻറ്റിന് അവകാശമുണ്ടോ? കേസ് വേണം പിൻവലിക്കാം കോടതിയുടെ അനുമതിയോട് കൂടിയിട്ട്. കേസ് കോംപ്രമൈസ് ചെയ്യാൻ നോൺ കോമ്പൗണ്ടുകളായ ഒഫൻസുകൾ നിങ്ങൾക്ക് കോമ്പൗണ്ട് ചെയ്യാൻ അവകാശമുണ്ടോ? നിയമവിരുദ്ധമല്ലേ? വേറൊരാൾ പബ്ലിക് പ്രോസിക്യൂട്ടറാണെന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിൽക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതി ഉൾപ്പെടെ എല്ലാവർക്കും നീതി കൊടുക്കേണ്ട ആളാണ്, ഗവൺമെൻറ് വ്യക്താവല്ല. ഇതിൽ നിയോഗിക്കപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നിട്ട് അത് ചെയ്യുമ്പം നാളെ അതിലെ കേസിൽപ്പെട്ട എന്തിനധികം പറയുന്നു പിന്നെ ആ മൊത്തത്തിലുള്ള ജിഷ്ണുവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് പോലും പറഞ്ഞുകൂടെ ഇതാ പ്രോസിക്യൂട്ടർ തന്നെ മറുഭാഗത്ത് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ നിഷ്പക്ഷത പോയില്ലേ? ഈ സിസ്റ്റം മുഴുവൻ നിങ്ങൾ തകർക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയും ഇത് കാണാൻ സാധിക്കില്ല. സുപ്രീം കോടതി തന്നെ 7 കൊല്ലം വരെ ഉള്ള കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിൽ ബെയിൽ കൊടുക്കണം, ലിബറലാകണം, അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക കാരണം എഴുതണമെന്നാണ്. ഇങ്ങനെ പോലീസ് കേരളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? സുപ്രീം കോടതിയുടെ ഭാഗമല്ലേ? ഇവിടെ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം കാണുന്ന അവസരത്തിൽ പാർട്ടി സെൽഭരണം 57 വിമോചന സമരത്തിന് എന്താണോ കാരണമായത്, സെൽഭരണം സമൻസ് അയച്ച് പാർട്ടി തന്നെ എല്ലാവരും വിളിച്ചു വരുത്തി, വാദിയും പ്രതിയും വിളിച്ചു വരുത്തിയിട്ട് സമൻ ചെയ്ത് കേസ് തീർക്കുന്ന സംഭവം ചേർത്തല ഉണ്ടായപ്പോഴാണ് വിമോചന സമരം ഉണ്ടായത്. ശരി, ആ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളതെന്ന് താങ്കൾ കരുതുന്നു. തുടരുക ഷഫീർ ശ്രീധരൻപിള്ള. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സാധാരണഗതിയിൽ ഒരു സമരം നടന്നാൽ യൂത്ത് കോൺഗ്രസോ DYFIയോ SFIയോ KSU ഒക്കെ സമരം നടത്തിയാൽ അതിൽ ഉന്തും തള്ളും ഉണ്ടായാലോ സംഘർഷം ഉണ്ടായാലോ ഒക്കെ പോലീസ് കേസ് ചാർജ് ചെയ്യും. അത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അനധികൃതമായി സംഘം ചേരൽ, കുഴപ്പമുണ്ടാക്കൽ, IPC 143, 47, 149 തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തി വിദ്യാർത്ഥികൾക്കെതിരെയും യുവജനങ്ങൾക്കെതിരെയും കേസെടുക്കാറുണ്ട്. എന്നിട്ട് കരിങ്കൊടി കാണിച്ചവർക്കെതിരെ വധോദ്യമത്തിന് കേസെടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ. അതുകൊണ്ട് മറ്റ് സംഘടനകളൊക്കെ സമരം ചെയ്യുമ്പോൾ അതിന്റെ പ്രവർത്തകർക്ക് എടുക്കുന്നത് മാതിരിയുള്ള ഒരു കേസ് ഈ 5 പേർക്കെതിരെയും എടുത്തിട്ടുണ്ട്. അവിടെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായതുകൊണ്ട് എന്ന് കണ്ടാൽ മതിയോ? ഒരിക്കലും അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഈ ജിഷ്ണു പ്രണോയ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപറ്റം KSU പ്രവർത്തകരുടെ പേരിൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ, അതുപോലെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ PC വിഷ്ണുനാഥ് അടക്കമുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കോടതിയിൽ കേസ് വരും, പിന്നെ ജാമ്യം എടുക്കണം. ബെയിലബിളും നോൺ ബെയിലബിളും ഒഫൻസിട്ട് ഒരുപാട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥി യുവജന സമരങ്ങൾ നയിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ആ സമരങ്ങൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ തലയ്ക്ക് അടിമേടിക്കും, ചിലപ്പോൾ കൈയും കാലും തല്ലി ഓടിക്കും, കേസ് പ്രതിയാകും. അങ്ങനെയൊക്കെ പ്രതിയാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് അതിനെ രണ്ടായി കാണണം. ഇവിടെ ഒരൊറ്റയാൾ പട്ടാളമായിട്ടാണ് ശ്രീ ഷാജഹാൻ അവിടെ പോയത്. ഷാജഹാനോടൊപ്പം അവിടെ ഉണ്ടെന്ന് പറയുന്ന തോക്കുസ്വാമിയാണ്. ഈ 5 പേരെയും രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ തോക്കുസ്വാമിയോട് എന്തിനാ അവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും ആ മറുപടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ആർക്കും മാറ്റി പറയാനാവില്ല. ഞാൻ 53 ദിവസമായി എറണാകുളത്ത് ജയിലിലായിരുന്നു. എന്നെ നിരന്തരമായി ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ പെടുത്തി ജയിലിടുന്നു. എനിക്ക് DGPയെ കാണണമെന്ന് ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തന്നു. ആ അപ്പോയിൻമെൻറ്റ് അടിസ്ഥാനത്തിൽ DGPയെ കാണാനും എന്നെ ഇങ്ങനെ നിരന്തരമായി അനാവശ്യമായി കേസുകൾ അകത്തിടുന്നു, അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയാനുമായിട്ടാണ് അയാൾ DGPയെ കാണാൻ പോയത്. അതേസമയം ഷാജഹാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹപ്രവർത്തകരും ഈ കുടുംബം വിളിച്ചിട്ടാണ് പോയെന്ന് പറയുന്നു. അപ്പോൾ ഈ കുടുംബം വിളിക്കാത്ത ആർക്കും അവിടെ പോകാൻ പാടില്ലേ? അങ്ങനെയാണെങ്കിൽ രോഹിത് വെമുല, അദ്ദേഹം മരിച്ചല്ലോ, അദ്ദേഹം എന്ത് പോരാട്ടവും നടത്തിയത് നമുക്കറിയാമല്ലോ. കനയ്യകുമാർ അവിടെ നടത്തിയ പോരാട്ടം എന്താണെന്ന് നമുക്കറിയാം. അവിടെ നരേന്ദ്രമോദി പറഞ്ഞ എന്താണ്? രാജ്യദ്രോഹ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തിനെതിരായി ഗൂഢാലോചന നടത്തുന്നു. അപ്പം നരേന്ദ്രമോദി പറയുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആളുകളും പറയുന്നത്. ഈ നീലകണ്ഠൻ ഈ പോലീസ് DGP അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വളഞ്ഞു വയ്ക്കാനോ പോയെങ്കിൽ ഈ നീലകണ്ഠനോട് ഈ പറയപ്പെടുന്ന അദ്ദേഹത്തോടൊപ്പം ആകെ 5 പേരല്ലേ? ഈ 5 പേര് വിചാരിച്ചാൽ ലോക്നാഥ് ബെഹ്റയുടെ പോലീസ് ആസ്ഥാനം അട്ടിമറിക്കാനും ഒരു ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ പുറത്താക്കാനും ഒക്കെ കഴിഞ്ഞാൽ
പിന്നെ ആ കസേരയിൽ ലോക്നാഥ് ബെഹ്റ ഇരിക്കണ്ട, ശരി. ഷാജഹാനെ പിടിച്ച് DGP ആക്കിയാൽ മതി. ശരി അതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത്. തുടരണം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ദയവായി തുടരുക. ശ്രീ NM പിയേഴ്സൺ, ഇത് എന്തെങ്കിലുമൊക്കെ അപായ സൂചനകൾ നൽകുന്നുണ്ടോ? വിയോജിപ്പുള്ള ആളുകളെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സർക്കാർ വേട്ടയാടുകയാണോ? അല്ല, ഇത് വലിയ തരത്തിലുള്ള അപായ സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കേരള സമൂഹത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യാനോ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തവും വിയോജിപ്പുകളുമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുമായിട്ടുള്ള അവസരത്തെ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഒരു പോലീസ് രാജ് നുഴഞ്ഞു കയറി വരുന്നതിൻ്റെ ലക്ഷണമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പോലീസ് സ്റ്റേഷന് അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തന്നെ നീ എന്തിനാണ് അതിൽ പോയത് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അകത്തിടുന്ന തരത്തിലേക്ക് പോലീസ് രാജ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനാധിപത്യം സംസാരിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ അത്തരത്തിൽ വരാൻ പോകുന്ന വലിയൊരു ഫാസിസ്റ്റ് സംവിധാനത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കേണ്ടതാണ്. മാത്രമല്ല, സാമാന്യ ബുദ്ധിയെ എല്ലാ തരത്തിലും ലംഘിക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്ന CPM നേതാക്കൾ ഈ വിഷയത്തെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. ഗവൺമെൻറ്, പോലീസ്, ഭരണാധികാരികൾ അവരൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ളതായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും. ആ മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വരുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ന്യായീകരണം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഫാസിസത്തിൻ്റെ വരവ് ഇങ്ങനെയാണ്. സർവ്വ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബോധം നഷ്ടപ്പെട്ടു പോവുകയും ധാർമ്മികത എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തമാണ്. സമഗ്രാധിപത്യത്തിൻ്റെ കീഴിൽ അടിപണി ചെയ്യുന്നതായിട്ടുള്ള ആളുകളായിട്ട് രാഷ്ട്രീയ കൂട്ടങ്ങൾ മാറുന്ന കാഴ്ച പോലും നമ്മൾ കാണുന്നുണ്ട്. വലിയ അപകടമാണ് ഞാൻ ഇതിനകത്ത് കണക്കാക്കുന്നത്. ശരി, ശ്രീ P. ബിജു, ഇവിടെ ഗൂഢാലോചന തെളിയിക്കാൻ ഒരു ചെറിയ വസ്തുതയുടെ എങ്കിലും പിൻബലം വേണ്ടേ? ഈ തോക്ക് സ്വാമി എന്നറിയപ്പെടുന്ന ഹിമവൽ ഭദ്രാനന്ദയ്ക്ക് ഈ ജിഷ്ണു ആരാണെന്ന് പോലും അറിയാൻ വഴിയില്ല. നേരത്തെ എങ്ങനെയാണ് അയാൾ DGP ഓഫീസ് പരിസരത്ത് എത്തിയത് എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വിവരിച്ചു കഴിഞ്ഞു. താങ്കൾ അത് കേട്ട് കാണും. KM ഷാജഹാനും ഈ കുടുംബാംഗങ്ങളുമായി ബന്ധമില്ല. ആ കുടുംബാംഗങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഓട്ടോറിക്ഷയിൽ അവിടെ ഇറങ്ങിയ ഷാജഹാൻ എന്താണ് സംഭവമെന്ന് അവിടെയുള്ള മാധ്യമപ്രവർത്തകരോടാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അവരോടാണ് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ജിഷ്ണു പ്രണോയിയുടെ അമ്മാവന്റെ നമ്പർ വാങ്ങുന്നത് പോലും. ഇവരൊക്കെ എന്ത് ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപിക്കുന്നത്. ഒരു തരത്തിലും നിലനിൽക്കാത്ത, പൊതുസമൂഹത്തിനും ബോധ്യപ്പെടാത്ത വാദങ്ങൾ ആവർത്തിച്ചുയർത്തിയാൽ ഒടുവിൽ പരിഹാസ്യരായി പോകില്ലേ സർക്കാർ? സർക്കാരൊന്നും പരിഹാസ്യമാവില്ല. പൊതുസമൂഹത്തിന് നിങ്ങൾ എത്ര തെറ്റായ വാർത്തകൾ കൊടുത്താലും ജനങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങൾ ജിഷ്ണു പ്രണോയുടെ അമ്മയെ റോഡിലിട്ട് വലിച്ചഴിച്ചെന്നല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തു? ആൾക്കാരെല്ലാം TV കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നവമാധ്യമങ്ങളുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഷാജർ ഖാൻ്റെയും അതോടൊപ്പം തന്നെ ഷാജഹാൻ്റെയും ഒക്കെ വക്കാലത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കന്മാരെ ഏറ്റെടുത്തു. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ രൂപത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ജിഷ്ണു പ്രണോയിയുടെ ഘാതകർക്കെതിരെ അല്ലെങ്കിൽ ജിഷ്ണു പ്രണോയ് മരിക്കാനിടയായ സംഭവത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഗവൺമെൻറ് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടം നിൽക്കുമ്പോൾ ഇതൊന്നും അല്ല ശരി. ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. അതാ ജിഷ്ണു പ്രണോയുടെ അമ്മയും 5-6 പേര് കൂടി അവിടെ DGPയെ കാണാം. അതിൻ്റെ ഇടയിലോട്ട് പോയി പോലീസുമായി സംഘർഷം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, അതിന്റെ ഭാഗമായി നാട്ടിൽ കലാപം സൃഷ്ടിക്കുക. ആരാണ് കലാപം സൃഷ്ടിച്ചത്? ഇവിടെ സ്പെസിഫിക് ആയി പറയാൻ സാധിക്കുമോ? എന്ത് കുറ്റമാണ് KM ഷാജഹാൻ ചെയ്തത് എന്ന്? എന്ത് കുറ്റമാണ് ഹിമവൽ ഭദ്രാനന്ദ ചെയ്തതെന്ന്? എന്ത് കുറ്റമാണ് ഇവിടെ ഷാജർ ഖാൻ ചെയ്തതെന്ന്? അല്ല, ഞാൻ പറയല്ലോ, വളരെ മാന്യമായ ഒരു കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ അവിടെ ജിഷ്ണു പ്രണോയുടെ അമ്മയും അവരും ബന്ധുക്കളും എല്ലാം കൂടെ DGPയെ കാണാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുമ്പോൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഷാജർ ഖാനും തോക്ക് സ്വാമിയും ഈ ഷാജഹാനും ഒക്കെ വരുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അവിടെ വന്ന് പോലീസുമായിട്ട് ഉന്തുന്നള്ളം ഉണ്ടാക്കുക, അത് വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും BJPക്കാരും എല്ലാം അവിടെ സംഘടിപ്പിച്ച് നിർത്തുക, നാട്ടിലാകെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ഇവിടെ കേസെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ജിഷ്ണു പ്രണോയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രയോ SFI പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തു. കോടതി തന്നെ ചോദിച്ചില്ലേ, നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണോ, SFIക്കാർ എന്താ അറസ്റ്റ് ചെയ്തിട്ടുണ്ടത്? ഇപ്പോഴല്ലേ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ? അപ്പൊ സമരമുണ്ടായാൽ സമരവുമായി ബന്ധപ്പെട്ട് കേസുണ്ടാവും. ഇവിടെ ഹൈക്കോടതി ചോദിച്ചില്ലേ എത്ര പേരെ പിടിച്ചു?
SFIക്കാർ എത്ര പേരെ പിടിച്ചെന്ന് ഹൈക്കോടതി ചോദിച്ചില്ലേ? ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടല്ലേ ഈ ജിഷ്ണു പ്രണോയുടെ മരണത്തിന് ഉത്തരവാദിയായ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും കേസെടുക്കണമല്ലോ. ഏത് പാർട്ടിക്കാരാണെങ്കിലും പോലീസിന്റെ കൃത്യനിർവഹണം തടഞ്ഞാൽ കേസെടുക്കണം, അവിടെ പൊതുമുതൽ നശീകരണം ഉണ്ടായാൽ കേസെടുക്കണം. ഒപ്പം ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലെ DGPയുടെ ഓഫീസ് തകർക്കാൻ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിലും കേസെടുക്കണം. പക്ഷേ ഇവ എന്തെങ്കിലും നടക്കേണ്ടേ? വഴിപോക്കരായ ആളുകളെ, യാദൃശ്ചികമായി അവിടെ വന്ന ആളുകളെ എന്തിന് കേസുകളിൽ പ്രതിയാക്കി ജയിലിൽ അടച്ചു എന്ന പ്രാഥമികമായ ചോദ്യമാണ് ഞാൻ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ സമരമാണ് പ്രശ്നമെങ്കിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസില്ലല്ലോ. വഴിപോക്കരാണെന്നും യാദൃച്ഛികമായി വന്നു എന്നൊക്കെ അഭിലാഷ് ഏറ്റെടുക്കുന്നതല്ലേ? അങ്ങനെയല്ലേ അവർ പറയൂ? ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അവിടെ വന്ന് പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കുക. അപ്പുറത്തും ഇപ്പുറത്തും BJPയും കോൺഗ്രസ്, ശിവൻകുട്ടി അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ അവിടെ ഉണ്ട്. ഇവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വരിക, അവിടെ കുഴപ്പം സൃഷ്ടിക്കുക. ആ കുഴപ്പത്തിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞനെ? അങ്ങനെയാണ് അവിടെ വന്ന് പോലീസുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായി. നിങ്ങൾ ഏത് രൂപത്തിൽ വ്യാഖ്യാനിച്ചനെ? ബന്ധുക്കൾ വന്നത്, ബന്ധുക്കൾ പോലീസ് നേരിട്ടിരിക്കുന്നു. ആ ലക്ഷ്യത്തോടു കൂടിയാണ് അവരവിടെ വന്നത്. അല്ലാതെ ഇവിടെ ഒരു ഭരണകൂട്ട ഭീകരതയുമില്ല. ഇവിടെ നല്ല ധാരണയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത്. ഒരു തെറ്റിദ്ധാരണയുമില്ല. സമരം നടന്നാൽ സമരത്തിന്റെ ഭാഗമായി കേസെടുക്കും. അല്ല, സമരം നടന്നാൽ സമരത്തിന്റെ ഭാഗമായി കേസെടുക്കുന്നത് മനസ്സിലാക്കാം. ഒന്ന്, അങ്ങനെ ഒരു സമരത്തിന്റെ പേരിൽ കേസില്ല ശ്രീ പി ബിജു. സമരത്തിന്റെ പേരിൽ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇന്നലെ പറഞ്ഞത് എന്താണ്? സർക്കാരും സമരക്കാരും തമ്മിൽ ഉണ്ടാക്കിയ കരാറിലെ 7ാമത്തെ ക്ലോസ് പറയുന്നത് സമരത്തിന് ജിഷ്ണു പ്രണോയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ M ഷാജർ ഖാൻ, മിനി ശ്രീകുമാർ എന്നിവരല്ലാതെ മറ്റാരും പങ്കെടുത്തിട്ടില്ല. സ്വാമി ഭദ്രാനന്ദയെയും KM ഷാജഹാനെയും ഈ സമരം നടത്താൻ വന്ന ആളുകൾക്ക് അറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് എന്ന് സർക്കാർ പറഞ്ഞതിന് ശേഷം പിന്നെയും നിങ്ങൾ ഗൂഢാലോചന ആരോപിക്കുകയാണെങ്കിൽ, ഇവർ വന്നത് കുഴപ്പമുണ്ടാക്കാനാണ് എന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇന്നലെ ഒരു നിലപാട്, ഇന്നൊരു നിലപാട്. യഥാർത്ഥത്തിൽ എന്താണ് നിലപാട്? ഇവിടെ എന്താ തെറ്റായ കാര്യങ്ങൾ പറയുകയാണ്. നേരത്തെ ശ്രീധരൻ പിള്ളയും പറഞ്ഞു കോമ്പൗണ്ട് എങ്ങനെയാണ് ഗവൺമെന്റ് കോമ്പൗണ്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ജിഷ്ണു പ്രണോയുടെ അമ്മയ്ക്കെതിരെയോ കുടുംബാംഗങ്ങൾക്കെതിരെയോ ഒരു കേസ് എടുത്തിട്ടില്ല. ഇവിടെ കേസെടുത്തത് ആ അമ്മയുടെ കണ്ണുനീർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളുടെ ഇടയിൽ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുക, പോലീസുമായിട്ട് അതിക്രമങ്ങളിലേക്ക് പോവുക, ആ തെറ്റായ ലക്ഷ്യത്തോടു കൂടി അവിടെ വരിക, അതിനുവേണ്ടി BJPക്കാരെയും കോൺഗ്രസ്സുകാരെയും എല്ലാം പല സൈഡിൽ നിർത്തുക. ഈ ലക്ഷ്യത്തോടു കൂടി വന്ന ആൾക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസ് കോടതിയിൽ നടക്കും. അവിടെ മജിസ്ട്രേറ്റ് കാര്യങ്ങൾ പരിശോധിക്കും, കേസ് ഡയറി പരിശോധിക്കും. പോലീസ് എടുത്ത തെറ്റായ കേസാണെങ്കിൽ അവിടെ മജിസ്ട്രേറ്റ് ഇരിക്കുകയല്ലേ. ഇപ്പൊ ജുഡീഷ്യറിയെ പോലും വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവരല്ലേ ഏറ്റവും ജുഡീഷ്യറിക്ക് വേണ്ടി ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ കോൺഗ്രസും BJPയൊക്കെ. ശരി, ശ്രീധരൻപിള്ള, ഇന്നിപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് പരിമിതമായ സമയത്തേക്കാണെങ്കിലും നൽകിയിരിക്കുകയാണ് ഈ പ്രതികളെ. ഇതിന്റെ നിയമവശം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം അവിടെ നടത്തി എന്നതിന്റെ പേരിൽ, അതായത് ഈ സമരക്കാർക്കെതിരെ കേസില്ല, പക്ഷേ ഗൂഢാലോചനയ്ക്ക് കേസുണ്ട്. അങ്ങനെ ഈ ഗൂഢാലോചന കുറ്റം മാത്രമായി ഒരു സമരത്തിൽ പങ്കെടുത്ത 16 പേർക്കെതിരെ കേസില്ലാതെ അതിൻ്റെ ചുറ്റുവട്ടത്ത് വന്നിട്ടുള്ള, അതേസമയം സമരത്തിൻ്റെ സീനിൽ ഇല്ലാത്ത, അവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ യാതൊരു വസ്തുതയും ഇല്ലാത്ത ആളുകൾക്കെതിരെ കേസെടുത്താൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക? അല്ല, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ പോലീസിനെ കൊണ്ട് ചെയ്യിച്ചാൽ, എല്ലാം പോലീസിന് കൊടുത്താൽ, നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഇത് ചെയ്യുന്നത്. AK ഗോപാലിൻ്റെ അനുയായികളാണ്. 51-ൽ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ? ആ വാക്കിനെ പറ്റി അറിയോ? ഗൂഢാലോചന വേണമെങ്കിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടാവണം. ആരുടെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സാണ് ഉണ്ടാവേണ്ടത്? ഈ പറഞ്ഞ 6 പേര് പോയവരും അവരെ സഹായിക്കാൻ പോയവരാണെങ്കിൽ അവരും കൂടെ ഒന്നിച്ചെവിടെങ്കിലും കൂടണ്ടേ? അല്ലെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടണ്ടേ? അവരുടെ ഫോണിൻ്റെ ഏരിയ ഏതാണെന്ന് തെളിയിക്കാൻ ഈ രാജ്യത്ത് സാധിക്കാത്ത കാര്യമാണോ? ഇന്ന് വരെ എവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് പറയാൻ സാധിക്കുമോ? എന്ത് ഗൂഢാലോചന നടത്തിയെന്ന് പറയാൻ സാധിക്കുമോ? ആരുടെയൊക്കെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടായെന്ന് പറയാൻ സാധിക്കുമോ? ഒന്നും നിലനിൽക്കില്ല. പിന്നെ ഇതിപ്പോൾ പോലീസിന് ഇങ്ങനെ ചെയ്യാനാണ് ആരുടെ പേരിലും ചെയ്യാം. അടിയന്തരാവസ്ഥ പറഞ്ഞൊരു കാലഘട്ടത്തിൽ ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള സമീപനമാണ്. രാഷ്ട്രീയ എതിരാളിയാണോ അവനെ പെടുത്തിയേക്കാം. ഷാജഹാൻ എന്ത് ചെയ്തു? ഷാജഹാൻ അറ്റാക്ക് ചെയ്തോ ആരെങ്കിലും? ഷാജഹാൻ ഗൂഢാലോചന നടത്തിയെങ്കിൽ എവിടെ വെച്ച് ഗൂഢാലോചന നടത്തി പറയണ്ടേ? ഇതൊന്നും നോക്കാൻ ആരുമില്ലാത്തൊരു നാടായിട്ട് കേരളം മാറുമ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പോക്ക് അപകടത്തിലേക്കാണ്. നാളെ പോലീസിന് അധികാരം കൊടുത്തുകൊണ്ട്, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഇത് പറയുന്നത്, മറ്റു പാർട്ടികൾ ആരും അല്ല.
അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം 600 ചില്ലാനം പോലീസിനെ വിന്യസിച്ചു. എത്ര പേരാ നിങ്ങളുടെ കണക്കനുസരിച്ച്? 12 പേര്. 12 പേര് ഞാൻ ചോദിക്കട്ടെ, 4 പോലീസുകാരെന്ന് ഓരോരുത്തരെ പിടിച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല, അത്രത്തേക്ക് പോകുന്നെങ്കിൽ പിടിച്ചു മാറ്റാൻ സാധിക്കാത്തതാണോ? ഒരു അതിക്രമം വേണ്ട, വെടിവെപ്പും വേണ്ട, ലാത്തി ചാർജും വേണ്ട, കൈക്ക് പിടിച്ചിട്ട് പോകരുത് അങ്ങോട്ടെന്ന് പറഞ്ഞ് നിർത്താൻ സാധിക്കില്ലേ? അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള നിലയ്ക്ക് ഈ നിലയ്ക്ക് കൃത്രിമമായി കേസുണ്ടാക്കുന്ന നാടായിട്ട് ഇത് മാറുമ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആത്മാവ് നഷ്ടപ്പെടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടാകാമോ? ഒന്ന്, ഈ തോക്ക് സ്വാമി എന്ന കുപ്രസിദ്ധനെ പിന്നീടാണ് ആദ്യം പിടികൂടിയ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്കിന്ന് ബോധ്യമാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ ആവർത്തിച്ച് ചില സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇവർ ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന് ആരോപിക്കുന്നുണ്ട്. സോളിഡാരിറ്റി, SUCI തുടങ്ങിയ പേരുകൾ. ഇതിനൊന്നും ഉപോത്ബലകമായി തെളിവുകളൊന്നുമില്ല എന്ന് നമുക്കറിയാം. അവരുടെ റൂമിൽ ഒരു മുഖപത്രം കണ്ടു SUCIയുടെ, അതുകൊണ്ട് ഗൂഢാലോചന എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൽ ചില ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പോലീസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകുമോ? മാർക്സിസ്റ്റ് പാർട്ടിയും കേരള ഗവൺമെന്റും പറയുന്നത് കേരളത്തിലെ പൊതുജന സമൂഹം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ 50 ലക്ഷം രൂപ മുടക്കി ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ പത്രപരസ്യത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഞങ്ങൾക്ക് ശ്രീ ബിജു പറഞ്ഞ തെറ്റാണ്. ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ ജഡ്ജിമാരെ ആരെയും പ്രതീകാത്മകമായി നാട് കടത്തിയിട്ടില്ല. ജഡ്ജിമാരെ ശുംഭന്മാരെന്ന് വിളിച്ചിട്ടില്ല. ജഡ്ജിമാരുടെ കോലം കത്തിച്ചിട്ടുമില്ല. ഇന്ത്യൻ കോടതി ബൂർഷ്വാ കോടതി തുലയട്ടെ എന്ന മുദ്രാവാക്യം ഞങ്ങളല്ല വിളിച്ചതാക്കി അവരാണ്. അപ്പോൾ കോടതി ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷേ ആ കോടതിയിൽ FIR കൊടുത്തപ്പോൾ കൃഷ്ണദാസിന് ജാമ്യം കിട്ടി, 2ാം പ്രതിക്ക് ജാമ്യം കിട്ടി. ഇന്നലെ കൊട്ടിഘോഷിച്ച് അറസ്റ്റ് ചെയ്ത അവിടുത്തെ പ്രിൻസിപ്പലിന് ജാമ്യം കിട്ടി. പക്ഷേ ഷാജഹാന് ജാമ്യമില്ല, ഷാജഹാന് ജാമ്യമില്ല, അയാളുടെ ഭാര്യയ്ക്ക് ജാമ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് പോലീസ് തയ്യാറാക്കുന്ന FIRന്റെ ഒരു സവിശേഷത നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എൻ്റെ ബഹുമാനി സുഹൃത്ത് ബിജു പറഞ്ഞു, അവിടെ RSSകാരനായ പിന്നെ BJPയുടെ ഒരു നേതാവുണ്ട്, ശിവൻകുട്ടിയുണ്ട്, കുഞ്ഞിക്കണ്ണനുണ്ട്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ കോൺസ്പിറസിയിൽ എന്താ പ്രതിയാവാഞ്ഞേ? എന്താ ശിവൻകുട്ടിയെ പ്രതിയാക്കാഞ്ഞത്? ചോദിക്കാനും പറയാനും ആളുണ്ട്. അവരെ പ്രതിയാക്കിയ വിവരം അറിയും. ഷാജഹാൻ ചോദിക്കാനും പറയാനും ആരുമില്ല. ഷാജഹാൻ ചോദിക്കാനും പറയാനും ആരില്ല SUCI. അതേസമയം BJPയുടെ അറിയപ്പെടുന്ന 2 നേതാക്കന്മാരുണ്ടായിരുന്നെന്ന് ബിജു തന്നെ പറയുന്നു. എന്നിട്ട് എന്തേ ശിവൻകുട്ടിക്കെതിരെ അയാൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാ, മറ്റേയാളെ കുഞ്ഞിക്കണ്ണൻ RSS നേതാവാ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാവരും കണ്ടു. എന്നിട്ട് ഷാജഹാനെ പ്രതിയാക്കിയ പോലീസ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രതിയാക്കാൻ ശ്രമിച്ച പോലീസ് എന്തുകൊണ്ട് കുഞ്ഞിക്കണ്ണനെ പ്രതിയാക്കിയില്ല, ശിവൻകുട്ടിയെ പ്രതിയാക്കിയില്ല? അപ്പൊ അവരും അവിടെ ഉണ്ടെന്ന് ബിജു തന്നെ സമ്മതിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ തോക്ക് സ്വാമി 23 ദിവസം ജയിലിൽ കിടന്നിട്ട് എറണാകുളം ജയിലിൽ നിന്നാണ് വരുന്നത്. അയാൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോട് പറഞ്ഞു, ഞാനിവിടെ വന്നത് DGPയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടാണ്, എന്നെ ഇവിടെ വരുത്തിയത് DGP ആണ്. അപ്പോൾ അപ്പോയിന്റ്മെന്റ് കൊടുത്താലല്ലേ അയാൾ അവിടെ ചെല്ലൂ. അപ്പോൾ ഈ തോക്ക് സ്വാമിയെ എന്തിനാ DGP അവിടെ വിളിച്ചത്, അവിടെ വരുത്തിയത്? മഹിജ കാണാൻ വരുന്ന സമയത്ത് തന്നെ അയാൾക്ക് എന്തിനാ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്? അപ്പോ ഈ സമരം അട്ടിമറിക്കാൻ DGP ഗൂഢാലോചന നടത്തിയിട്ടായിരിക്കണമല്ലോ. അപ്പൊ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്ന ആള് തന്നെയാണ് നടത്തിയത്, DGP തന്നെ നടത്തിയത്. അപ്പൊ DGPക്കെതിരെയാണ് ഇവിടെ കേസെടുക്കേണ്ടത്, അല്ലെന്ന് പറയാൻ പറ്റൂ. പിന്നെ ഇത് ചൈനയല്ല, ഇത് റഷ്യയല്ല, ഇത് ഇന്ത്യ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സമരം ചെയ്യാനും സമരം ചെയ്യുന്നവർക്ക് അനുഭാവം രേഖപ്പെടുത്താനും ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ പിന്നെ നിയമമുണ്ട്. അത് ആംസ് ആക്ട് അനുസരിച്ച് എന്തെങ്കിലും ആംസുമായി ഒരു സമരമുഖത്ത് വെച്ച് അറസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാം. ഇത് ഷാജഹാന്റെ കയ്യിൽ പേന എന്ന ആമല്ലാതെ വേറെ ഏതാമാ ഉള്ളത്? ശരി, അതാണ് താങ്കൾ ഉയർത്തുന്ന ചോദ്യം. ഞാൻ മടങ്ങിയെത്താം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീ NM പിയേഴ്സൺ, താങ്കളും സർക്കാരിനെയും CPIMനെയും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ്. പിണറായി വിജയന്റെ മുടിയെപ്പോലും ബിൽ ക്രീം തേച്ച് അനുസരണ അച്ചടക്കം പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് വിമർശിച്ച ആളാണ്. ഒരു പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കൂടി പോകാൻ പേടിയുണ്ടോ? അല്ല, ഇങ്ങനെ പേടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാതെ ഒരു ഭയം നിർമ്മിക്കുന്ന സമൂഹത്തിൽ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് കഴിയില്ലെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടേതായിട്ടുള്ള ജീവിത രീതിയുമായി മുന്നോട്ട് പോകുമ്പോൾ
പോലീസ് നിർമ്മിക്കുന്നതായിട്ടുള്ള ഭയത്തിൻ്റെ കെണികളിൽ പെട്ടുപോവുകയും ചിലപ്പോൾ ഒരു പക്ഷേ അപ്രത്യക്ഷരാകപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയും. ഒരാൾക്കൂട്ടം കണ്ടാലൊന്ന് എത്തി നോക്കാൻ പേടിക്കുന്ന അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുസ്സഹമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വരുന്നതെന്നാണ് നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധാർഹമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. എന്ത് ബോധമാണ് ഇവരെ നയിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ സന്നിഹിതമല്ല എങ്കിൽ ഇവരെങ്ങനെയാണ് അതെല്ലാം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്? പത്രപരസ്യത്തിൻ്റെ കാര്യം നേരത്തെ ഉണ്ണിതൻ പറയേണ്ടേ. പത്രപരസ്യം കൊടുത്തിട്ടാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്, പ്രചാരണം നടത്തിയിട്ടാണ്. ഇതെന്ത് കോർപ്പറേറ്റുകളുടെ സംവിധാനങ്ങളിലേക്ക് പാർട്ടി അങ്ങനെ തന്നെ പോയി എന്ന് വ്യക്തമാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കോർപ്പറേറ്റ് ഒരു പാർട്ടി എന്ന് പല ഘട്ടങ്ങളിലും നമ്മൾ വിമർശിക്കാറുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഗതികെട്ട അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിച്ചേരും എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല. കാരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക ആശയവും പ്രത്യേക വികാരവും ഒക്കെ വളർന്നു വരുന്നത് ആ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു വിഷയം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സമരം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ കേരളത്തിൽ വളർന്നു വന്നത് അങ്ങനെയായിരുന്നു. അതിനെയൊക്കെ അപ്പാടെ ആ ചരിത്രത്തെ മുഴുവനും പിന്തള്ളി മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഭരണശ്രമം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ നിഷേധിക്കുന്നതിനും അതിനെ രാജ്യത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള ആലോചനകളുടെ പ്രവർത്തനങ്ങളുടെ ഫലം ആയിട്ട് സംഭവിക്കുന്ന ദുരന്തമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ പി ബിജു, ഇനി ഈ 5 പേരും ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കാനാണ് അവിടെ വന്നത് എന്ന് കണക്കാക്കുക. അങ്ങനെയായാലും ഒരു സമരത്തോട് അനുഭാവം പ്രഖ്യാപിക്കുന്നത്, സമാധാനപരമായ ഒരു സമരത്തിൽ അണിചേരുന്നത്, സർക്കാരിനോട് വിയോജിക്കുന്നത് തടവിലടക്കാൻ പര്യാപ്തമായ കുറ്റമാണോ? അങ്ങനെ വിയോജിപ്പുയർത്തുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളത് ജനാധിപത്യമാണോ? അല്ല, സർക്കാരിനോട് ആർക്കും വിയോജിക്കാം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതിനെയൊന്നും ആരും എതിർക്കുന്നില്ല. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ തന്നെ കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM എവിടെയാണ് പത്രപരസ്യം കൊടുത്തത്? അപ്പോൾ CPMനെ ആക്രമിക്കുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക, അതിനുവേണ്ടി കോൺഗ്രസ്, UDF, തീവ്ര ഇടതുപക്ഷം ഇവരെല്ലാം കൂടെ ഒന്നിച്ചു തരിക, കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ മാന്യന്മാരങ്ങ് പറയാത്തെന്താ? മഹിജയെ വലിച്ചഴച്ചിട്ടില്ല. TV കാണുന്ന 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും. എന്തേ പറയാത്തത്? ഇവിടെ ഗവൺമെൻറ് ഒരു പരസ്യം കൊടുത്തതിൽ എന്താ തെറ്റ്? ഗവൺമെൻറ് എന്തിനാ പരസ്യം കൊടുത്തത്? ഇവിടെ തെറ്റായ പ്രചാരവേല നടക്കുന്നു, കുപ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്നു. ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മാർഗം സ്വീകരിച്ചൂടെ? എന്താ തെറ്റ്? ഇവിടെ കോൺഗ്രസ് പോലും പറയുന്നു ഇവിടെ സമരം നടത്താം. ആദിവാസികളെ വെടിവെച്ച് കൊന്നവരാണ്. കൂത്തുപറമ്പിൽ കരിങ്കൊടിയായി പോയതിന് പേരിലാണ് 5 പേരെ വെടിവെച്ച് കൊന്നത്. ആദിവാസികളെ കൊണ്ട്, പാവങ്ങളെ കൊണ്ട് ജയിലിലടച്ചവരാണ് മാസങ്ങളോളം. ഇവിടെ പെൺകുട്ടികളെ പേരിൽ പോലും 307 കേസെടുത്തവരാണ്. ഇത് ബംഗാൾ മോഡലാണ്. അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. CPM കുഴപ്പമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയം കുഴപ്പമാണ്, ഇവരെല്ലാം ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്ന തെറ്റായ പ്രചാരവേല ഒരു പറ്റം വരുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംഘടിതമായി നടത്തുക. അങ്ങനെയാണോ ശ്രീ പി ബിജു? മുൻകാലത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മുൻ സർക്കാരുകളുടെ കാലത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ആവർത്തിക്കാനാണോ പിണറായി വിജയൻ ജനാധിപത്യ മുന്നണിയും? മുൻകാലത്തെ തെറ്റുകൾ ആവർത്തിക്കാനല്ലല്ലോ ഈ ഭരണകൂടം, മുൻകാലത്തെ തെറ്റുകൾ ആവർത്തിക്കാനല്ലല്ലോ പിണറായി വിജയനെ കേരളം മുഖ്യമന്ത്രിയാക്കിയത്. ഇന്ന് മന്ത്രി ജി സുധാകരൻ പറയുന്നത് 80,000 ആളുകളെ ഇതേമാതിരി ജാമ്യമില്ലാതെ ജയിലിൽ അടച്ചിട്ടുണ്ട് UPA സർക്കാർ എന്നാണ്. അതൊരു അനീതിയാണ്, നിങ്ങൾ എതിർക്കുന്ന അനീതിയാണ്. 80,000 പേരെ അങ്ങനെ ജാമ്യമില്ലാതെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ വക 5, അപ്പോൾ 80,005 ആയല്ലോ എന്ന് പറയുന്നതാണോ ഇടതുപക്ഷ രാഷ്ട്രീയം? അങ്ങനെ അഭിലാഷിന് തെറ്റായി ധരിപ്പിക്കുക. എന്താ അത് പറഞ്ഞത്? രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ UPA കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെ, BJP ആയിരുന്നാലും ശരി തന്നെ, തീവ്രവാദികളായി മുദ്രകുത്തി അവരെ കൊണ്ട് കള്ളക്കേസ് എടുത്ത് ജയിലിലടയ്ക്കുക. അതാണ് ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് എന്താ? ഇവിടെ ഒരു അമ്മ നീതിക്ക് വേണ്ടി DGP കാണാൻ വേണ്ടി വന്നു. അത് ഈ ഗവൺമെന്റിന് ജനാധിപത്യപരമായിട്ടുള്ള രീതിയുടെ ഭാഗമായിട്ടാണ്. അവിടെ അവർക്ക് കാണാൻ പെർമിഷൻ കൊടുത്തു. DGP അവരെ വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ആ സ്പോട്ടിലേക്ക് ഇവർ 5-6 പേര് കയറി വരിക, അവിടെ പോലീസുമായി സംഘർഷം ഉണ്ടാക്കാൻ പറയുക. അതിന്റെ ഭാഗമായി പല സ്ഥലത്തായിട്ട് കോൺഗ്രസിന്റെയും BJPയുടെ ആൾക്കാരെ സംഘടിച്ച് നിൽക്കാൻ പറയുക. ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുക, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. അതിന് പോലീസ് കൂട്ടിനിൽക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനെന്തിനാ പോലീസ് കൂട്ടി നിൽക്കുന്നത്? ഇവിടെ നാടിന്റെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് ഇടപെടുക. അതിനെന്തിനാ പോലീസ് കൂട്ടി നിൽക്കുന്നതാണ് പോലീസിന്റെ പണി.
ശരി, അതാണോ പോലീസിന്റെ പണിയെന്ന് ചോദിക്കുമ്പോൾ എന്താണ് പോലീസിന്റെ പണിയെന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ശ്രീ പി ആർ ശ്രീധരൻപിള്ള, 2 അന്വേഷണ റിപ്പോർട്ടുകൾ ഇക്കാര്യം പരിശോധിക്കാൻ നിയോഗിച്ച IG മനോജ് എബ്രഹാം DGPക്ക് നൽകിയിട്ടുണ്ട്. അത് രണ്ടും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തെ പറഞ്ഞു വെക്കുന്നതാണ്. ചില ബാഹ്യശക്തികൾ എന്ന് DGP ഈ സംഭവം ഉണ്ടായ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ ആ ബാഹ്യശക്തി വാക്തത്തെ എങ്ങനെ സാധൂകരിക്കണം എന്ന നെട്ടോട്ടത്തിലായി. ഇത് അവിടെ നിന്നൊരു ലഘുലേഖ കണ്ടെത്തിയിരിക്കുന്നു. ജിഷ്ണു പ്രണോയിയുടെ കുടുംബാംഗങ്ങൾ താമസിച്ച ആ മുറിയിൽ SUCIയുടെ ഒരു മുഖപത്രത്തിന്റെ കോപ്പി ഉണ്ട്. അത് ബാഹ്യശക്തിയുടെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നു. സോളിഡാരിറ്റിയുടെ പേര് പറയുന്നു, മറ്റു പേരുകൾ പറയുന്നു. ഇങ്ങനെ ആദ്യം ഒരു തിയറി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന്റെ സാധൂകരണം കണ്ടെത്തുക എന്നുള്ള നിലയിലേക്കുള്ള യത്നത്തിലാണോ കേരള പോലീസ്? പോലീസ് ഈ കേസിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ പേരിൽ നാളെ നഷ്ടപരിഹാരം ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. ഗൂഢാലോചന എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി 2008 വ്യക്തമായിട്ട് സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചനയാണെങ്കിൽ എവിടെ വെച്ച് നടന്നു, ആരൊക്കെ പങ്കെടുത്തു, മീറ്റിംഗ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഗൂഢാലോചന ഇല്ല. ഇവിടെ ഇവർ ഒന്നിച്ച് കണ്ടു എന്ന്, എവിടെ വെച്ച് കണ്ടു എന്ന്, എന്ന് കണ്ടു എന്ന് ഒരു വാദഗതി ഇന്ന് വരെ പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അവിടെ വന്ന സമയത്ത് വരാൻ പാടില്ലെങ്കിൽ MA ബേബി പറഞ്ഞെന്താ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സമരം ചെയ്യാൻ പോലും പാടില്ലാത്ത വണ്ണം വിശുദ്ധമാണെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അത് പോളിസിയായി നിശ്ചയിക്കപ്പെട്ട ഒരു പാർട്ടി ഇപ്പോൾ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോലും പാടില്ല. 15 കൊല്ലം മുമ്പ് അങ്ങനൊരു പോലീസിൻ്റെ ഇൻറ്റേർണൽ ഓർഡർ വന്നപ്പം എതിർത്ത പാർട്ടിയാ CPM. അവരാ ഇപ്പോൾ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ഏത് CPM നേതാവാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആളുകളെ പിടിച്ചിറക്കി കൊണ്ടുവന്ന സംഭവം എത്ര കേരളത്തിൽ കാണാൻ സാധിക്കും? എത്ര സമരം ചെയ്തിട്ടുണ്ട്? ഇന്ന് അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ചെന്നിട്ട് ബോംബ് നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്ന സംഭവത്തിൽ കേസിൽ പ്രതിയായ ആളല്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയി സമരം ചെയ്തിട്ട് കേസിൽപ്പെടാത്ത എത്ര നേതാക്കന്മാർ ആ പാർട്ടിക്കുണ്ട്? അപ്പോൾ അതുകൊണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പം എതിരാളികളെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള സമീപനത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒരിക്കലും കൂടാതെ ഇത് നിലനിൽക്കില്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ ആനമണ്ടത്തരമല്ലാതെ മറ്റൊന്നും CPM നേതൃത്വവും കേരള ഭരണകൂടവും ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിലായിട്ട് എന്താ, കോംപ്രമൈസ്. ഞാനത് കോംപ്രമൈസ് പറഞ്ഞ് എന്തുകൊണ്ടാണ്? കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളും പറ്റാത്ത വകുപ്പുകളും നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ക്രിമിനൽ നടപടിക്രമത്തിലുമുണ്ട്. അതിൽ നിങ്ങളെടുത്ത FIRഉം കൊടുത്ത റിപ്പോർട്ടും അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടും, ഇത് 3ഉം പരിശോധിച്ചാൽ അതിൽ 3ലും പറയുന്നത് ഇവരെല്ലാം പോലീസിനെ ആക്രമിച്ചു. 332 എന്ന് പറഞ്ഞ വകുപ്പ് അതിലുണ്ട്. അതുപോലുള്ള ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ തീർക്കാൻ പറ്റാത്ത വകുപ്പുകൾ നാളെ മുഖ്യമന്ത്രിയോ നിങ്ങൾ കോംപ്രമൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, കോംപ്രമൈസ് സർക്കാർ ഉണ്ടാക്കുമ്പം അവിടെ തന്നെ നിയമവിരുദ്ധതയാണ്. നിയമവിരുദ്ധത അവിടെ തന്നെ വരുന്നു. രണ്ടാമത് നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഈ കേസിന് വേണ്ടി വെച്ചു. ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇന്നിപ്പോൾ ചാനലിൽ കൂടെ കാണുന്നത് മധ്യസ്ഥനായിട്ട് ഒരു ഭാഗമായിട്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ വെച്ചാൽ പ്രതി ഉൾപ്പെടെയുള്ളവരുടെ വക്കീലാണ്. പ്രതിക്ക് വേണ്ടി അനുകൂലമായ ഒരു പോയിന്റ് അതിൽ തെളിഞ്ഞു വന്നാൽ അത് കോടതിയിൽ ബോധിപ്പിക്കേണ്ട ആളാണ്, നിഷ്പക്ഷനായി നിൽക്കേണ്ട ആളാണ്. ഇവിടെ അയാൾ തന്നെയാണ് ഇന്നെല്ലാ കാര്യങ്ങളും പത്രക്കാരോട് കാണിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്ന? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച ഇതായാൽ A പാർട്ടിയോ B പാർട്ടിയോ ആരും ഭരിച്ചോട്ടെ, പോലീസിന് ഇങ്ങനെയൊക്കെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ കോടതി എന്തിനാ? പോലീസ് പോരെ? പോലീസ് എല്ലാം തീരുമാനിക്കുക, പോലീസ് കുറ്റം നിശ്ചയിക്കുക, പോലീസ് തന്നെ ശിക്ഷ നിശ്ചയിക്കുക. ഈ സ്ഥിതിയാണോ പോകേണ്ടത്? അതാണ് സ്റ്റാലിനിസം. അതാണ് സ്റ്റാലിനെ ലോകം തള്ളിക്കളയാൻ ഇടയായ പ്രധാനപ്പെട്ട സാഹചര്യം. അതാണ് അത് ഇന്നും നെഞ്ചിലെത്തിക്കൊണ്ട് വിമോചന സമര കാലത്ത് ചെയ്തതുപോലെ, ചേർത്തലയിലെ സംഭവം പോലെ പാർട്ടി തന്നെ വിധികർത്താക്കളാകുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മരണമണി മുഴങ്ങുന്നു, നിയമവാഴ്ച തകരുന്നു. അതിനെതിരായിട്ട് മുഴുവൻ ജനങ്ങളും സംഘടിച്ച് നിൽക്കേണ്ടതാണ് ആവശ്യം. എന്തായാലും പോലീസ് എടുത്തുപോയി, അതിനൊരു FIR ഉണ്ടായി, റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടായി. അതിനുശേഷമാണ് ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടുള്ളത്. ആ കോംപ്രമൈസിൽ ഷാജർ ഖാൻ, മിനി, ശ്രീകുമാർ എന്നിവരെ സംബന്ധിച്ച് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുമെന്ന ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ മൃദുവായ സമീപനം സ്വീകരിച്ചുകൊണ്ട് പതുക്കെ ഈ കേസ് ഇല്ലാതാവുക എന്നുള്ളത് മാത്രമല്ല ഇനി സാധ്യമാവുകയുള്ളൂ. സ്വാഭാവികമായും പ്രതികൾക്ക് ഇതിൻ്റെ FIR ക്വാഷ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് നിയമ നടപടികൾക്ക് പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ കേസിനെ ഇങ്ങനെയല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ? അല്ല അഭിലാഷേ, അതിനു മുമ്പ്
ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു കാര്യം വളരെ അക്ഷരം പ്രതി ശരിയല്ലേ. ഇവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞവരാ. മനസ്സിലായില്ലയോ? ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ജയരാജൻ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ വാതിലിനകത്ത് കയറി പ്രസംഗിച്ച് മൈക്ക് വെച്ച് പ്രസംഗിച്ച ആളാണ്. എത്രയോ പ്രതികളെ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി SI അടിച്ച് താഴെയിട്ട് ഇറക്കിക്കൊണ്ടുപോയ ആളുകളാണ് DYFIക്കാർ, മാർച്ചിസ്റ്റുകാർ. അപ്പോൾ ഈ രാജ്യത്തെ പോലീസിന് വേണ്ടി അവർ വാദിക്കുന്നു. പുന്നപ്ര വയലാർ സമരം മറന്നോ? എത്ര പോലീസിനെ കൊന്നത്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത സുബ്ബരായ എന്ന പോലീസുകാരനെ വെള്ളത്തിൽ കല്ലെറിഞ്ഞ് കൊന്നില്ലേ? SRCPയുടെ പോലീസിനെതിരെ നാടുവാഴ്ത്തത്തിനെതിരെ സമരം ചെയ്തെന്നൊക്കെ അഭിമാനം കൊള്ളുന്ന ഈ പാർട്ടിക്കാർ ഒരു പാവപ്പെട്ട ഷാജഹാൻ. പിന്നെ ബിജു പറഞ്ഞ ശരിയാ, ഞങ്ങൾ ഷാജഹാന്റെ വക്കീൽ മാത്രമല്ല, ഷാജഹാന്റെ വക്കാലത്ത് മാത്രമല്ല, ഞങ്ങളാണ് മഹിജയുടെ വക്കാലത്ത് ഏറ്റെടുത്തത്, ഞങ്ങളാണ് അവിഷ്ടയുടെ വക്കാലത്ത് ഏറ്റെടുത്തത്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പൊതുജന സമൂഹം മൊത്തം, കേരളത്തിൽ മനസാക്ഷിയുള്ളവർ മുഴുവൻ, മാധ്യമ പ്രവർത്തകർ മുഴുവൻ. അപ്പം മഹിജയ്ക്ക് നീതി കിട്ടിയതുകൊണ്ടാ, അവിഷ്ടയ്ക്ക് നീതി കിട്ടിയതുകൊണ്ടാ, ജിഷ്ണു പ്രണോയുടെ ആത്മാവിന് നീതി കിട്ടിയതുകൊണ്ടാ കേരളത്തിലെ പൊതുജന സമൂഹം, മാധ്യമ സമൂഹം, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി അവരുടെ വക്കാലത്ത് ഏറ്റെടുത്തു. അതുപോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന സകല ആളുകളുടെയും വക്കാലത്ത് ഞങ്ങൾ ഏറ്റെടുക്കും. ഷാജഹാന്റെ ഏറ്റെടുക്കും, ഷാജഹാന്റെ ഏറ്റെടുക്കും. കാരണം ഇതൊരു നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. ഇവിടെ കുറ്റം ചെയ്താൽ കുറ്റം എന്താന്ന് പറയണ്ടേ? എന്ത് കുറ്റമാണ് ചെയ്ത്? എന്ത് കുറ്റം ചെയ്തിട്ടാ ഒരു പാവപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്ത് പറയണം? നിരന്തരമായി പിണറായി വിജയനെതിരെ ലാവലിൻ കേസിൽ കക്ഷി ചേരുന്നു, ലേഖനം എഴുതുന്നു, ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്നു. അതാണോ കുറ്റം? അതാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണം. എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിക്കാനാണ് ഈ ചാനൽ ചർച്ചയിൽ പോകുന്നത്, ഈ ലേഖനം എഴുതുന്നത്, പൊതു സമൂഹത്തിൽ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. അതാണോ കുറ്റം? കുറ്റം അതാണെങ്കിൽ കോൺസ്പിറസി ഉണ്ട്, കേസെടുക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം തെറിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതല്ല, അവിടെ പോയതാണ് കുറ്റമെങ്കിൽ അതൊരു കുറ്റമല്ല. ഞാൻ അന്ന് മലപ്പുറത്താണ്, ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പോകുമായിരുന്നു ആ അമ്മയെ കാണാൻ, അമ്മയുടെ വേദന പങ്കിടാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇലക്ഷന്റെ തിരക്കിലായതുകൊണ്ടാണ് ഞാൻ DGPയുടെ ഓഫീസിൽ പോകാതിരുന്നത്. ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കെതിരെ കേസ് വരുമോ? അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടിക്കെതിരെ വരണ്ടേ, കുഞ്ഞിക്കണ്ണനെതിരെ വരണ്ടേ? ഷാജഹാനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല. ഷാജഹാൻ SUCയുടെ നേതാവാണ്, ഷാജഹാനുമില്ല. BJPയെ തൊട്ടാ വിവരം അറിയും, തൊട്ടില്ലല്ലോ. അവരല്ലേ ഏറ്റവും രൂക്ഷമായി ഈ ഗവൺമെന്റിനെതിരെ വർത്തമാനം പറയുന്ന ആളുകൾ. കോൺഗ്രസ് പറയുന്നില്ലേ? അപ്പൊ കോൺഗ്രസും BJPയും ഒക്കെ ചെന്നാൽ പ്രശ്നമില്ല. പാവപ്പെട്ട ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഷാജഹാൻ ഭാര്യ, അവരോട് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, പരാക്രമം നിരപരാധികളോടല്ല വേണ്ടു. ശരി ശരി ശ്രീ പി ബിജു, ഇത് കേരളത്തിന്റെ ഒരു പൊതുവികാരമായി കാണാൻ സർക്കാർ ഒരുക്കമാണോ? 5 ദിവസം കഴിഞ്ഞു, അതിനുശേഷമാണ് മഹിജയുടെ സമരത്തിൽ ഒരു നല്ല സമീപനം എടുക്കാൻ തയ്യാറായത്. അത് ജനസമ്മർദ്ദത്തിന് മുൻപിലുള്ള കീഴടങ്ങലാണെങ്കിൽ ആ തരത്തിൽ സ്വാഗതം ചെയ്യാൻ കേരളത്തിന്റെ ജനത ഒരുക്കമായിരുന്നു. സമാനമായ വിധത്തിൽ ഒരു അനീതി നടക്കുമ്പോൾ ആ അനീതിയോട് ആർക്കും യോജിക്കാൻ കഴിയുകയില്ലല്ലോ. ഇവിടെ ഷാജഹാന്റെയോ ഷാജർ ഖാന്റെയോ ഒന്നും രാഷ്ട്രീയത്തോട് അനുഭവമുള്ള ആളുകളല്ലല്ലോ നിങ്ങളോട് തെറ്റിപ്പോയി എന്ന് പറയുന്നത്. മറിച്ച് ഈ സമൂഹത്തിൽ ഭരണഘടനാപരമായി ഉറപ്പു നൽകിയിട്ടുള്ള അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ പറയുന്നത്? അങ്ങനെ പോസിറ്റീവായി പറയുമ്പോൾ അത് ചെവിക്കൊള്ളാൻ സർക്കാർ തയ്യാറാകേണ്ടതല്ലേ? ഒന്നാമത്തെ പ്രശ്നം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് BJPയും കോൺഗ്രസും അല്ല, നിങ്ങൾ ഏതെങ്കിലും ചില ചാനലുകാരും അല്ല തീരുമാനിക്കുന്നത്. ജിഷ്ണു പ്രണോയുടെ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിച്ചത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാം. ഇവിടെ കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നെങ്കിൽ ഒരു പെറ്റി കേസ് പോലും എടുക്കില്ല. രജനി എസ് ആനന്ദ് എവർ ഭരിക്കുമ്പോഴാണ് ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറിൻ്റെ മണ്ടത് ചാടി മരിച്ചത്. ഒരു പെറ്റി കേസ് എടുത്തോ? ഇതുപോലെ സമാനമായി എത്രയോ കോളേജുകളിൽ നടന്നു ഈ കേരളത്തിൽ. ഒരു പെറ്റി കേസെങ്കിലും എടുത്തോ? ഒരാളെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞോ? ഇവിടെ ശക്തമായ നിലപാടൊരു ഗവൺമെൻറ് സ്വീകരിച്ചു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കോളേജ് മാനേജ്മെന്റ് അടക്കമുള്ള ആൾക്കാർക്കെതിരെ കേസെടുത്തു. പിന്നെ എല്ലാത്തിൻ്റെയും പിതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ വേറെ ചില കാര്യം കൂടി ഏറ്റെടുക്കണം. നിങ്ങളുടെ ഓഫീസിൽ അടിച്ചു കൊന്നൊരു സ്ത്രീയുണ്ട്, രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അതിൻ്റെ കൂടി പിതൃത്വം ഏറ്റെടുക്കണം.
ആദിവാസികളെ വെടിവെച്ച് കൊന്നതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണം. കൂത്തുപറമ്പിൽ വെടിവെച്ച് കൊന്നതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണം. എല്ലാത്തിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കണം. അല്ലാതെ തോക്കസ്വാമിയുടെയും ഷാജർ ഖാൻ്റെയും ഷാജഹാൻ്റെയും പിതൃത്വം മാത്രം ഏറ്റെടുത്താൽ പോരാ. എന്തിനാണ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഷാജർ ഖാനും ഈ പറയുന്ന ഷാജഹാനും ഇവരെല്ലാം കൂടി പോയത് എന്തിനാണ് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. വഴിപോക്കരൊന്നുമില്ല. വഴിപോക്കർ എത്ര ആൾക്കാർ വഴുതക്കാട് കൂടി പോകണം, അവരെല്ലാം പിടിച്ചോ? ഈ ഗവൺമെൻറ് എന്തിനാ BJP ഭയക്കുന്നത്? ഞങ്ങൾക്കങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ഭരിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്, മാൻഡേറ്റ് ഉണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല കോൺഗ്രസ് ചെയ്യും പോലെ മുതലാളിമാർക്ക് വേണ്ടിയിട്ടല്ല. ഇവരെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്താ? ബാറുകാരിൽ നിന്ന് കോഴയും വാങ്ങി നാട്ടിലാകെ കലോപം സൃഷ്ടിച്ച് അതല്ലേ അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തത്? അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യപരമായ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് മോശപ്പെടുത്തുക, അവിടെ ഒന്ന് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, നാട്ടിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക, തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുക, ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധമാവും, ഭരണകൂട ഭീകരതയാവും. അതിനുവേണ്ടി കോൺഗ്രസ് വരും, അതിനുവേണ്ടി BJP വരും, അതിനുവേണ്ടി തീവ്ര ഇടതുപക്ഷം വരും. അപ്പോൾ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്ന രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. അല്ല, അവിടെയാണ് ശ്രീ പി. ബിജു പ്രശ്നം. ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്ന രാഷ്ട്രീയം ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക്, വിരുദ്ധ രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം രാഷ്ട്രീയമായി. അവർ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണോ ഈ 5 ആളുകൾ ചെയ്ത കുറ്റം? ഇവിടെ ആവർത്തിച്ച് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചല്ലോ, ഈ ഇവരോടൊപ്പം വന്നവരുടെ കൂട്ടത്തിൽ ആ DGP ഓഫീസിന് മുൻപിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു, BJP-ക്കാരുണ്ടായിരുന്നു, അവർക്കെതിരെ ഒന്നും കേസെടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഈ 5 പേർ സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണോ അവരുടെ കുറ്റം? അല്ല, സമരം നടത്തിയാൽ കേസെടുക്കും. മുത്തങ്ങ സമര കാലഘട്ടത്തിൽ ആദിവാസികളെ വെടിവെച്ച് കൊന്നതിനെതിരെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ DGP ഓഫീസിലോട്ട് മാർച്ച് നടത്തി. പിണറായി വിജയനെതിരെ കേസെടുത്തു. അവിടെ ഭീകരമായിട്ട് ലാത്തിചാർജ് ഈ കോൺഗ്രസ് അഴിച്ചു വിട്ടു. എവിടെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കേസെടുക്കും. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന, ഞാൻ അതാ പറഞ്ഞത്, ഇപ്പോൾ SFI-ക്കാർ സമരം നടത്തിയിട്ടുണ്ട്, അവർക്കെതിരെ കേസെടുക്കും. അതിൽ നിന്ന് ഷാജഹാൻ കേസെടുക്കാൻ പാടില്ല, ഷാജർ ഖാൻ കേസെടുക്കാൻ പാടില്ല. അവർ സമരം നടത്തിയാൽ അത് അംഗീകരിക്കാൻ പാടില്ല. BJP-യുടെ നേതാക്കന്മാർ പോലീസ് ഒന്ന് ഓടിയിട്ടുണ്ടാവും, പിടിച്ചിട്ടുണ്ടാവില്ല. അത് അതാണ് ന്യായം. പക്ഷേ ഞാൻ ആവർത്തിച്ച് ആദ്യം മുതലേ ചോദിച്ചിരുന്നു, അവർ സമരം നടത്തിയിട്ടാണോ കേസെടുത്തതെന്ന്, അവർക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ എന്ന് ഞാൻ ആദ്യം മുതലേ ചോദിച്ചിരുന്നു. അത് നമ്മൾ ഇനിയും തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ശ്രീ NM Pearson, ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് സ്ക്രീനിൻ്റെ അടിയിൽ വായിക്കാം, ഈ സമരത്തിൻ്റെ നായകത്വം വഹിച്ച ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖകനെ CPIM-ന്റെ വളയത്തെ പ്രാദേശിക നേതൃത്വം പുറത്താക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ഇത് സർക്കാരിനെതിരെയുള്ള ഒരു യുദ്ധം എന്നുള്ള നിലയിലാണ് പാർട്ടിയും സർക്കാരും കാണുന്നത് എന്ന് തോന്നുന്നു. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ സെൻസിറ്റീവായ വിഷയങ്ങളെ ആ നിലയ്ക്ക് സമീപിക്കാനുള്ള ഒരു മനോഭാവം, അവരുടെ ഒരു സമീപനം എന്തുകൊണ്ടാണ് ഈ സർക്കാരിനും പാർട്ടിക്കും ഇല്ലാതെ പോകുന്നത്? താങ്കളുടെ കാഴ്ചപ്പാട്? അല്ല, പാർട്ടിക്കൊരു സാമാന്യമായിട്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങൾ വളരുകയില്ലല്ലോ. കാരണം ഈ വിഷയം ഇത്തരത്തിൽ വളരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതേപോലെ പാർട്ടിയുടെ സർക്കാരിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയും പാർട്ടിക്കകത്തുള്ളതായിട്ടുള്ള ബുദ്ധിയും ബോധമുള്ളതായിട്ടുള്ള നേതാക്കൾ എങ്ങനെയാണോ പരിശ്രമിക്കേണ്ടത്? പൊതുസമൂഹം എന്ന് പറയുന്നത് പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നവരല്ല. പാർട്ടിയെ സ്നേഹിക്കുന്നവരിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും പാർട്ടി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാവുന്ന ആളുകളാണ്. അപ്പോൾ ഒരു സർക്കാരിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട നടപടികൾ എടുത്തിട്ടില്ല സർക്കാരിനെ സംരക്ഷിക്കേണ്ടത്. ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെയും പാർട്ടിയും സംരക്ഷിക്കേണ്ടത്. ബിജുവിനെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എങ്ങനെയാണ് പാർട്ടിയെ സംരക്ഷിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠിക്കാത്തിടത്തോളം സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ ആ ജിഷ്ണു പ്രണോയിൻ്റെ പ്രദേശം മുഴുവനും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. പാർട്ടിക്കകത്ത് പാർട്ടി വിശ്വസിച്ച്, പാർട്ടിയുടെ സർക്കാരിനെ വിശ്വസിച്ച്, ആ സർക്കാരിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കി ഈ കൈകളിൽ കേരളം ഭദ്രമാണ് എന്ന് ഫേസ്ബുക്കിൽ ഒരു വിദ്യാർത്ഥി എഴുതുകയും ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ദുരന്തമുണ്ടാകുമ്പോൾ പാർട്ടി അവരെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സമീപനമാണ് പാർട്ടിയെ വളർത്തുന്നത്. ദേശാഭിമാനിയുടെ ലേഖനെ ഇപ്പോൾ ആ പ്രാദേശിക ലേഖനെ പുറത്താക്കുന്നതാണ് പാർട്ടി വളർത്തൽ? അതാണോ രാഷ്ട്രീയം വളർത്തൽ?
എല്ലാ തരത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് ചാനലിൽ കയറിയിരിക്കുന്ന ആളുകളാണോ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്? അവരാദ്യം തന്നെ ചെയ്യേണ്ട തലക്ക് വെളിവുള്ള രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് ബാക്കി എല്ലാ ആളുകളുമാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്? ബംഗാളിൽ സംഭവിച്ചതിന്റെ ആവർത്തനമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ശരി, ശ്രീ പി ബിജു, ജിഷ്ണുവിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് രക്തഹാരവും ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തേക്ക് പോയ 2 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ പുറത്താക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ വളയത്ത് നിന്ന് ലഭ്യമാകുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ സർക്കാരിനെതിരെയുള്ള നീക്കമായും പിണറായി വിജയനെതിരെയുള്ള നീക്കമായും ഒക്കെ നിങ്ങൾ കാണുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊരു ഒഞ്ചിയം സൃഷ്ടിക്കപ്പെടുകയാണ് വളയത്ത്. നന്ദിഗ്രാമിന്റെയും സിംഗൂരിന്റെയും ഒക്കെ പാഠങ്ങൾ എന്തുകൊണ്ടാണ് CPIM പഠിക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. ടുണീഷ്യയിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായത് സൈനുൽ ആബ്ദീൻ ബെൻ അലി എന്ന ഒരൊറ്റ ഭരണാധികാരിയുടെ പിടിവാശിയായിരുന്നു. പിടിവാശി ജനാധിപത്യത്തെ എങ്ങോട്ടാണ് നയിക്കുക? എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളുടെയൊക്കെ മാനുഷികത, ഈ വിഷയങ്ങളിൽ പുലർത്തേണ്ട ധാർമ്മിക സമീപനം CPIM മനസ്സിലാക്കാതെ പോകുന്നത്? ഒരു ധാർമ്മിക പ്രശ്നവുമില്ല. നെഞ്ചി കൈവച്ചുകൊണ്ട് ഞാൻ പറയാം, ജിഷ്ണു പ്രണോയുടെ കുടുംബത്തിന് നീതി ലഭിക്കും. ജിഷ്ണു പ്രണോയുടെ മരണത്തിന് ആരൊക്കെ ഉത്തരവാദികളാണോ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതിനുള്ള ആർജവ ഈ ഗവൺമെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് കൃഷ്ണദാസ് 2 ദിവസമെങ്കിലും ജയിലിൽ കിടന്നത്, അല്ലെങ്കിൽ കിടക്കില്ലായിരുന്നു. ഈ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് അവരെ അടിവേറിറക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഈ സ്വാശ്രയക്കുള്ള അനുവദിച്ചു കൊടുക്കില്ല. ഇവിടെ സമാധാനത്തോടു കൂടി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം. അതിനെതിരെ നിലപാട് സ്വീകരിക്കുക. അവിടെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇവർ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുകയാണ്. ഇവർ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുക. ആവശ്യമില്ല വലിച്ചഴിച്ചു എന്ന് പറയുക, പോലീസ് കൂട്ടുനിന്നു പറയുക. ഇപ്പോഴും പറഞ്ഞല്ലോ പോലീസ് എവിടെ കൂട്ടുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ജിഷ്ണു പ്രണോയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടോ അന്വേഷണത്തോട് യോജിപ്പില്ല, അന്വേഷണം ശരിയായ രൂപത്തിലല്ല പോകുന്നത്? പറയണ്ടേ? അവർ പറഞ്ഞതനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ വെച്ചു കൊടുത്തില്ലേ? ഇവിടെ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഒരു വിമർശനം വന്നു. കേസുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ, മാതാപിതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ, അതേ തുടർന്നുണ്ടായ തർക്കങ്ങൾ, മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാൻ അതുകൊണ്ട് സമയ ചുരുക്കം കൂടി ഉള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ പി ബിജു, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ NM Pearson ചർച്ചയിൽ പങ്കെടുത്തതിന്.